നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പൊറ്റത്തുപടി അന്നാര റോഡിൽ നിയന്ത്രണ വിട്ട കാർ ഡ്രൈനേജിലേക്ക് മറിഞ്ഞ് അപകടം. മലപ്പുറം ജില്ലയിലെ ദേശീയപാത വികസനം അടുത്ത ഏപ്രിൽ മാസത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. താനാളൂർ മേഖലയിൽ കുറുവാ സംഘം എത്തിയതായി വ്യാജ പ്രചരണം. കൂട്ടായി റെഗുലേറ്റർ പിടിച്ച് വീണ്ടും അടച്ചു. ബദൽ സംവിധാനം വേണം. NREG വർക്കേഴ്സ് യൂണിയൻ CITO വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി പറവണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൃക്കണ്ടിയൂർ മഹാശിവക്ഷേത്രത്തിലെ രുക്മിണി സ്വയംവര യാത്ര ഭക്തിസാന്ദ്രം. വിശദമായ വാർത്തകൾ. പൊറ്റത്തുപടി അന്നാര റോഡിൽ നിയന്ത്രണ വിട്ട കാർ ഡ്രൈനേജിലേക്ക് മറിഞ്ഞ് അപകടം. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. മാങ്ങാട്ടിരി ഭാഗത്തു നിന്നും തിരൂരിലേക്ക് വരികയായിരുന്ന മുത്തൂർ സ്വദേശിയും കുടുംബവും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. മാങ്ങാട്ടിരി ഭാഗത്തു നിന്നും തിരൂരിലേക്ക് വരികയായിരുന്ന മുത്തൂർ സ്വദേശിയും കുടുംബവും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലെ ഡേഞ്ചറസ് ഡിപ്പ് ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രദേശവാസി പറഞ്ഞു. 2-2.5 വർഷമായിട്ട് ഈ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് മാങ്ങാട്ടിരി മുതൽ ഗയാം വരി ഇവിടുന്ന് അങ്ങോട്ടും ശരിക്ക് നടന്നു പോകാൻ വയ്യാത്തൊരവസ്ഥയിൽ കുറെ കാലം പല സാങ്കേതിക തടസ്സമായിട്ട് നിന്നതാണ്. ഇപ്പൊ ഈടായിട്ട് ഇവര് 5-6 മാസമായിട്ടുള്ള ഇതിന്റെ പണി കഴിഞ്ഞ്. അപ്പൊ ഇവിടെ ആ സൈഡിൽ കൂടെ വെള്ളം പോയിരുന്നു. കിഴക്കേ ഭാഗത്ത് ട്രെയിനില്ല. കിഴക്കേ ഭാഗത്തുനിന്ന് ഒരു പണി നടക്കില്ല, കാരണം ഈ പടിഞ്ഞാറ് ഭാഗത്ത് ട്രെയിൻ ഉണ്ട്. അപ്പൊ ആ വെള്ളം കൂടി ഇങ്ങോട്ട് മറിയും. അപ്പൊ അതിനൊന്ന് സാധ്യതാണ്. ഇപ്പൊ അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, നിലമ്പതി പോലെ ഇട്ടതാണ്. ആദ്യം ഉണ്ടായിരുന്നില്ലേ. പക്ഷെ ആ നിലമ്പതി ഇട്ടിട്ട് അവിടെ യാതൊരു മാർക്ക് ചെയ്യാതെ ഒരുപാട് വണ്ടികൾ അവിടുത്തെ കുട്ടികൾ, കുറെ പെൺകുട്ടികൾ ഈ സ്കൂട്ടിയിലൊക്കെ പോണേ രാത്രിയിലൊക്കെ വന്നിട്ട് ഞാനൊക്കെ ഓടി ചെന്ന് നിർത്തിയിരുന്നു. പിന്നെ നമ്മളെന്നെ കാണാൻ വയ്യാതെ എന്നിട്ട് പിന്നെ പറഞ്ഞ് ലാസ്റ്റ് കൗൺസിലർ ഇവരൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവിടെ ഇപ്പോൾ ഒരു മാർക്ക് ചെയ്ത് ഒരു നട്ടപ്പാതർക്ക് വന്നിട്ടുണ്ട്. ഒരു ലോറിയിൽ വന്നിട്ട് സീബ്ര ലൈനൊക്കെ ഇടുന്നു. പിന്നെ ഒരു ബോർഡും വെച്ചു. പക്ഷെ അതിൻ്റെ ശേഷം ഉണ്ട് ഇപ്പോൾ. കാരണം ഇത് അവിടുന്ന് ദൂരം വരുമ്പോൾ അവിടെ ഒരു ചാല് വെള്ള അറിയുന്നില്ല, വണ്ടി പെട്ടെന്ന് ചാടുക. ഇനി ഇതിൻ്റെ വീടാപ്പോൾ ഇത് ഞാൻ എത്ര വേണം പോയി അടിക്കുന്നത് നമ്മളറിയില്ല, പഴയ ഓർമ്മയിൽ വരും. ഇത് ഭയങ്കര അപകടമാണ്. ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. അപകടത്തിൽ ഡ്രൈനേജിലേക്ക് വീണ കാർ സമീപത്തെ വീടിന്റെ ഗേറ്റിലേക്ക് മറിഞ്ഞു വീണു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ഗേറ്റിനും മതിലിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. വെട്ടന്യൂസ് തിരൂർ. ദേശീയപാത 66ന്റെ മലപ്പുറം ജില്ലയിലെ 2 സ്ട്രക്ചറുകളുടെയും നിർമ്മാണം അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ബുധനാഴ്ച വൈകിട്ട് സ്ഥലം സന്ദർശിച്ച മന്ത്രി നിർമ്മാണ പ്രവൃത്തികൾ നോക്കിക്കാണുകയും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ഒരു സ്ട്രെച്ചിന്റെ പ്രവൃത്തിയും ഇതോടൊപ്പം തീരും. ബാക്കി പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കി 2025 ഡിസംബർ മാസത്തോടുകൂടി കാസർഗോഡ് മുതൽ എറണാകുളം വരെ 45 മീറ്റർ വീതിയുള്ള 6 വരി ദേശീയപാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാവുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന ഈ വലിയ പദ്ധതി 2026 പുതുവർഷ സമ്മാനമായി നാടിന് സമർപ്പിക്കാനാവും. ഇതിന്റെ പ്രവൃത്തി ഒരു മനസ്സൊരു ശരീരം പോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ PWDയും റിവ്യൂ നടത്തി മുന്നോട്ട് പോകുന്നു. വളരെ നല്ല നിലയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതിൻ്റെ കരാറുകാർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ജില്ലാ ഭരണകൂടവും ഇതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. ഞങ്ങളെല്ലാ 2 ആഴ്ചയിലും ഇതിൻ്റെ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ
ഇതിൻ്റെ റിവ്യൂ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ സംഘടിപ്പിക്കും. നമുക്കറിയാം, ഇത് ഒരുപാട് കാലമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ്. അതിന് പരിഹാരം കാണിപ്പോൾ ഈ സ്ട്രെച്ച് കഞ്ഞിപ്പുരം മൂടാൽ ഏകദേശം 37 കിലോമീറ്ററാണുള്ളത്. ആ 37 കിലോമീറ്ററിൻ്റെ 87% ഇപ്പോൾ ഏറെക്കുറെ പൂർത്തി. നിയർലി 87% വി ഹാവ് കംപ്ലീറ്റഡ്. അപ്പോൾ അടുത്ത ഒരു ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാനാകും എന്നാണ് പൊതുവെ കാണുന്നത്. ഇതോടൊപ്പം ഒരുപാട് കാലമായി വലിയ പ്രതിസന്ധിയിൽ കിടന്നിരുന്ന കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിന്റെ വികസനവും യാഥാർത്ഥ്യമാവുകയാണ്. ദേശീയപാതയുടെ ഭാഗമായ 37 കിലോമീറ്റർ നീളമുള്ള ഈ സ്ട്രെച്ചിന്റെ 87% ജോലികളും ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഏപ്രിൽ മാസത്തോടെ ഇതിന്റെ പ്രവൃത്തികളും പൂർത്തിയാക്കാനാവുമെന്ന് മന്ത്രി പറഞ്ഞു. കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ബുധനാഴ്ച വൈകിട്ട് സ്ഥലം സന്ദർശിച്ച മന്ത്രി നിർമ്മാണ പ്രവൃത്തികൾ നോക്കിക്കാണുകയും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. സംസ്ഥാനത്തെ ദേശീയപാതയുടെ നിർമ്മാണം സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഒരു മനസ്സും ഒരു ശരീരവുമായി ഒത്തൊരുമിച്ച് നിന്നാണ് പൂർത്തിയാക്കുന്നതെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു. ദേശീയപാതയുടെ വികസനം ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് കേരളത്തിലാണ്. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും അതിന്റെ അവലോകനം നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വകുപ്പുകളുടെയും ഏകോപനത്തോടെയുള്ള അവലോകനവും നടക്കുന്നു. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലും കൃത്യമായ ഇടവേളകളിൽ അവലോകനം നടക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ കൂടി സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ദേശീയപാത 66 യാഥാർത്ഥ്യമാക്കുന്നത്. ഈ ദേശീയപാതയുടെ സ്ഥലമെടുപ്പിനായി 5600 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേയുള്ള പിന്തുണയോടെയാണ് കേരളത്തിന്റെ ഈ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നല്ല നിലയിൽ 500-ഓളം കോടി രൂപ ഈ ജില്ലയിൽ മാത്രം ഇതിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റും പണം ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല പ്രോഗ്രസ്സാണുള്ളത്. 2025 നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന വർഷമാണ്. കാരണം മലപ്പുറം ജില്ലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ 6 വരി 45 മീറ്റർ വീതിയുള്ള NH66 യാഥാർത്ഥ്യമാണ്. അതും മെയ് മാസത്തോടു കൂടി നമുക്ക് എന്തായാലും മഴക്കാലത്തിന് മുമ്പ് മലപ്പുറം ജില്ലയിലെ പ്രശ്നം പരിഹരിക്കാൻ. വെട്ട ന്യൂസ് മലപ്പുറം. താനാളൂർ മേഖലയിൽ കുറുവാ സംഘം എത്തിയതായി വ്യാജ പ്രചരണം. വാട്സ്ആപ്പ് വഴിയാണ് ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചത്. എറണാകുളം ജില്ലയിലെ ഐരാണിക്കുളം ഭാഗത്ത് കുറുവാ സംഘത്തെ കണ്ടെന്ന തരത്തിൽ ലഭിച്ച CCTV ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എറണാകുളം ജില്ലയിലെ ഐരാണിക്കുളം ഭാഗത്ത് കുറുവാ സംഘത്തെ കണ്ടെന്ന തരത്തിൽ ലഭിച്ച ദൃശ്യം ചേർത്താണ് വ്യാജ പ്രചരണം നടത്തുന്നത്. ഗ്രൂപ്പിലെല്ലാവരോടും കുറുവാ സംഘം താനാളൂർ മേഖലയിൽ എത്തിക്കണമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ പോലീസുകാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടത്തും ബാക്കത്തും ലൈറ്റ് ഇടാനാണ് എല്ലാ വീട്ടുകളിലും പറയണത്. അപ്പോൾ ചിലവർ കറണ്ട് ലാഭിക്കാനും വേണ്ടി ലൈറ്റ് ഓഫ് ആക്കേണ്ടായി ചെയ്യരുത് എന്നാണ് പറയണത്. കറണ്ടിന് തുച്ഛമായ കറണ്ട് ബില്ല് വരുള്ളൂ LED ബൾബ് ആയതുകൊണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ബൾബ് ഇടാതെ ഇരിക്കരുത് എന്നാണ് പറയുന്നത്. ബൾബ് ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കാട്ട് വലിയൊരു നഷ്ടം സംഭവിക്കും എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ അവർ ഒന്നുകിലോ കൊല്ലും അടിച്ചു കൊല്ലും എന്നൊക്കെ അവർ പറയുന്നത്. അവർ എന്തിനും ഒന്ന് തയ്യാറായിരിക്കുന്ന ടീമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം വ്യാജമാണെന്നും താനൂരിലും പരിസര പ്രദേശങ്ങളിലും കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും SI NR സുജിത്ത് പറഞ്ഞു. വീഡിയോ ദൃശ്യം താനാളൂരിലേതല്ലെന്നും കുറുവാ സംഘത്തെ കണ്ട സ്ഥലം കൃത്യമായി വീഡിയോയിൽ പറയുന്നുണ്ടെന്നും വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും പോലീസ് പറഞ്ഞു. മംഗലം പെരുന്തിരുത്തി തൂക്കുപാലം അടച്ചിട്ട് 2 വർഷം പിന്നിട്ടു. ഇപ്പോഴിതാ കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് വീണ്ടും അടച്ചിട്ടിരിക്കുന്നു. മംഗലം ഗ്രാമപഞ്ചായത്തിലെ പെരുന്തിരുത്തി തൂക്കുപാലം തുരുമ്പ് പിടിച്ച് കേടാവുന്നതിനാൽ റവന്യൂ അധികാരികൾ അടച്ചുപൂട്ടിയിട്ട് 2 വർഷം പിന്നിട്ടു. ശാശ്വത പരിഹാരം അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാർഡ് 5, 13, 14 എന്നിവിടങ്ങളിൽ നിന്ന്
പഞ്ചായത്ത്, ഫാമിലി ഹെൽത്ത് സെന്റർ, ബി.എഡ് കോളേജ് തുടങ്ങിയവയിലേക്ക് പോകേണ്ടതായ വിദ്യാർത്ഥികളും തൊഴിലുറപ്പ് തൊഴിലാളികൾ, മറ്റു ജീവനക്കാർ, രോഗികളടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് 2 വർഷത്തിലധികമായി 4 കിലോമീറ്റർ ചുറ്റിയടിക്കേണ്ടി വരുന്നത് മൂലം ദുരിതമനുഭവിക്കുന്നത്. ഇപ്പോഴിതാ കൂട്ടായി ബ്രിഡ്ജും അപകട ഭീഷണിയെ തുടർന്ന് അടച്ചിരിക്കുന്നു. റിപ്പയർ സംബന്ധിച്ച് മേലധികാരികളിൽ നിന്നും ഒരു നീക്കവും കാണുന്നില്ല. ഒന്നുകിൽ പാലം റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ തൂക്കുപാലത്തിന് സമീപത്ത് നിന്ന് യത്തീംഖാന ജംഗ്ഷൻ, തെക്കേക്കടവ്, കൂട്ടായി ബ്രിഡ്ജ്, മംഗലം വഴിയും പരുത്തിപ്പാലം, മംഗലം ആലത്തിയൂർ വഴിയും തിരൂരിലേക്ക് ബസ് സർവീസ് ആരംഭിക്കണമെന്ന് മംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ ഇബ്രാഹിം ചേന്നര ജില്ലാ RTO ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ നവംബറിലാണ് ആദ്യമായി ബസ് ഉൾപ്പെടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചത്. അത് രാത്രിയിൽ ഡ്രൈവർമാർ തകർത്തു. അന്ന് യൂത്ത് കോൺഗ്രസ് അടക്കം പല സംഘടനകളും ശക്തമായി രംഗത്തുണ്ടായിരുന്നു. വെട്ട ന്യൂസ്, മംഗലം. NRAG വർക്കേഴ്സ് യൂണിയൻ CITO വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി പറവണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPIM തിരൂർ ഏരിയ സെക്രട്ടറി T. ഷാജി ഉദ്ഘാടനം ചെയ്തു. വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി പറവണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPIM തിരൂർ ഏരിയ സെക്രട്ടറി T. ഷാജി ഉദ്ഘാടനം ചെയ്തു. ഈ പാവപ്പെട്ട തൊഴിലാളികൾ തൊഴിലെടുക്കുമ്പോൾ നിങ്ങൾ തൊഴിലെടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ചില സംവിധാനങ്ങൾ സർക്കാരിനുണ്ട്. പിന്നെ നന്നായിട്ട് നിങ്ങളെ കളിയാക്കിയിരുന്നില്ലേ? തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വിശ്രമിക്കാൻ വേണ്ടിയാണ് തൊഴിലുറപ്പിലേക്ക് എത്തുന്നത്. പറഞ്ഞിരുന്നില്ലേ? നിങ്ങളിങ്ങനെ തൊഴിലെടുക്കുമ്പോൾ ചില ആളുകൾ നോക്കിയിട്ട് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടാവും. ഒന്നും പറയൊന്നുമില്ല. പറയാത്ത എന്താ വെച്ചാൽ നിങ്ങളെ പേടിച്ചിട്ടാണ്. നിങ്ങൾ ഈ ധാരണയായിട്ട് ഇരിക്കുന്നത് നമ്മളെ കളിയാക്കലാണല്ലോ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? ഒന്ന് കുത്തനടക്കാൻ പറയും. അപ്പോൾ നോക്കുന്ന ആളുകൾ മനസ്സിൽ ഇങ്ങനെ ഒന്ന് കളിയാക്കി ചിരിച്ച് അങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായ സമൂഹത്തിലെ ഇടപെടുന്ന ഒരു വിഭാഗമാണ് നിങ്ങളെ വലിപ്പം അറിയാത്തതിലെ പ്രശ്നം വേറെ. രജനി മുലയിൽ അധ്യക്ഷയായി. V. ജയകൃഷ്ണൻ, NS ബാബു, PV രാജു എന്നിവർ സംസാരിച്ചു. BP അങ്ങാടി പോസ്റ്റ് ഓഫീസിനു മുന്നിൽ നടന്ന ധർണ CPIM തിരൂർ ഏരിയ കമ്മിറ്റി അംഗം PP ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. P. മുഹമ്മദ് അലി, V. രാജേഷ്, A. മോഹനൻ, M. സൗദാമിനി, K. ബാബു എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ്, തിരൂർ. തൃക്കണ്ടിയൂർ മഹാശിവക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം വെള്ളിയാഴ്ച സമാപിക്കും. സപ്താഹത്തോടനുബന്ധിച്ച് ബുധനാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. മൂർക്കന്നൂർ പ്രസാദ് നമ്പൂതിരി, കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ സഹയജ്ഞാചാര്യന്മാരാണ്. രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. ആലമ്പറ്റ കൃഷ്ണൻകുട്ടി, വെളിയമ്പാട്ട് ശിവശങ്കരൻ നായർ, എടയത്ത് മോഹനൻ, പച്ചേത്ത് ശങ്കരൻ, AK വിജയരാഘവൻ, വല്യേടത്ത് സുകുമാരൻ, C. ഷൺമുഖൻ, ഹരിദാസൻ എന്നിവരും ശിവശക്തി മാതൃസമിതി പ്രവർത്തകരും പങ്കെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 സർവൈശ്വര്യ പൂജയും നടക്കും. ശനിയാഴ്ച അഖണ്ഡനാമ യജ്ഞജപവും അഖണ്ഡനാമ പുഷ്പാഞ്ജലിയും നടത്തും. കണ്ണനുണ്ട് ചേല്, കാർമുകിലിൻ ചേല്, കുഞ്ഞിക്കൈയിൽ കോല്, പിച്ച വയ്ക്കും കാല്. കണ്ണനുണ്ട് ചേല്, കാർമുകിലിൻ ചേല്, കുഞ്ഞിക്കൈയിൽ കോല്, പിച്ച വയ്ക്കും കാല്. ആടിടേണം നമ്മൾ, പാടിടേണം നമ്മൾ, ആടുമൊപ്പം കണ്ണൻ, പാടുമൊപ്പം കള്ളൻ. കണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിച്ചിടും, കണ്ണീരും ആണ്ടിടും, സൗഖ്യം നിറഞ്ഞിടും. കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കുക, സുഖമൊഴിഞ്ഞിടും, മോദം നിറഞ്ഞിടും. കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ ഹരേ കൃഷ്ണ. വെട്ട ന്യൂസ്, തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.